ഇമാമുന ഷാഫിഈ പോലും തനിക്കൊരാളെ ലഭിച്ചപ്പോൾ, ഒരാളെ ലഭിച്ചപ്പോൾ താൻ ആ കാലം വരെ പറഞ്ഞതും ചിന്തിച്ചതും മനസ്സിലാക്കിയതുമായിരുന്നില്ല ഏറ്റവും നല്ല ശരി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അസ്സയ്യിദത്തു നഫീസയുമായുള്ള സമ്പർക്കമാണ് ഇമാമുന ഷാഫിഈയെ അൽ മദ്ഹബുൽ ജദീദ്, മദ്ഹബിന്റെ പുനരാവിഷ്കാരത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന ആലോചന നിയമജ്ഞന്മാരായ അറിവാളന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലര് ഇത്തരം വലിയ വിഷയത്തെയൊക്കെ ഉപരിപ്ലവമായി അങ്ങ് പറയും. അത് പിന്നീട് പുതിയ തെളിവുകളൊക്കെ ലഭിച്ചപ്പോൾ ഷാഫിഈ ഇമാം മാറ്റി പറഞ്ഞു. സഹോദര, പുതിയ തെളിവുകൾ ലഭിക്കുകയോ? 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ മനുഷ്യൻ. അപ്പൊ ഖുർആനിൽ ഒരായത്തും പുതിയത് കാണാനില്ല, ആയത്ത് കാണാനില്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ബിൻ ഹംബലിന്റെ ഗുരുനാഥന. അപ്പൊ ബഗ്ദാദിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ലഭിക്കാത്ത ഏത് ഹദീസ മിസ്റിൽ നിന്ന് കിട്ടുന്നത്? സുചിന്തിതാണിത് വിഷയം. പുതിയ തെളിവുകൾ കിട്ടിയപ്പോൾ മദ്ഹബും കാഴ്ചപ്പാടും മാറി എന്ന് പറഞ്ഞ് കേരളീയമായ ചുറ്റുപാടിലൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക. ഇത് തീർക്കാൻ പറ്റില്ല. അത് വിഷയം അകത്തൊഴിക്കണം വെള്ളം. ആ വെള്ളം ഏതാണ്? മാഉൽ ഗൈബ്. അതുകൊണ്ടാണ് വുളു എടുക്കേണ്ടത്. അസ്സയ്യിദത്തു നഫീസത്തുൽ ഇൽമിന്റെ കയ്യിലുള്ള മാഉൽ ഗൈബ് കൊണ്ട് വുളു എടുത്ത ആളായിരുന്നു അൽ ഇമാം ഷാഫിഈ. നഫീസത്ത് ബീവി എന്ന വലിയന്റെ അടുത്തേക്ക്, ഷെയ്ഖിന്റെ അടുത്തേക്ക് എന്റെ ജനാസ കൊണ്ടുപോയിട്ട് അവര് ശഫാഅത്ത് ചെയ്യണം എനിക്ക്, എന്നിട്ട് എന്നെ യാത്ര അയക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് ഇമാമുന ഷാഫിഈ. അൽ ഉലമാഉ വൽ ഔലിയാ എന്നും പരസ്പരം ഒട്ടിച്ചേർന്ന് നിന്ന കോമ്പിനേഷൻ ആയിരുന്നു. അതെന്ന് പോയോ? ബുദ്ധിയും കൽബും അകന്നുപോയി. ബുദ്ധിയാണ് അറിവുകളുടെ കേന്ദ്രം, കൽബാണ് ഈമാനിന്റെ വെളിച്ചം. ഇത് അകന്നുപോയാൽ അകന്നുപോയി. ഇന്ന് മതത്തിന്റെ വ്യാഖ്യാന രംഗത്ത് സംഭവിച്ച അപച്യുതിയുടെ ആധ്യാത്മമായ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ ഈ അകൽച്ചയെ കണ്ടെത്തണം. ഷൈബാനു റാഴി എന്ന ഇമാം, അതുപോലെ ഓരോരുത്തരും, സയ്യിദി മുഹമ്മദുൽ ബാദിഖാനിയും അൽ ഇമാം അൽ ഗസാലിയും തമ്മിലുള്ള ബന്ധം, സയ്യിദി അശ്ശൈഖ് യൂസുഫ് നസ്സാജും ഹുജ്ജത്തുൽ ഇസ്ലാമും തമ്മിലുള്ള ബന്ധം, സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമും അബുൽ ഹസൻ ഷാദുലിയും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ ദീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹി വആലിഹി വഅഹ്ലി ബൈത്തിഹി വസഹാബത്തിഹി വഅഹ്ലിൽ ഖൈരി കുല്ലിഹിം അല്ലാഹുമ്മ ആമീൻ. പരിശുദ്ധ റമളാൻ 15-ന് സത്യവിശ്വാസികൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒരു ശ്രദ്ധേയ വിശിഷ്ട വ്യക്തിത്വമാണ് അസ്സയ്യിദത്തു നഫീസ, ബീവി നഫീസ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ. അല്പസമയം അസ്സയ്യിദത്തു നഫീസത്തുൽ ഇൽമ, നഫീസ ബീവി നമുക്ക് ഉയർത്തുന്ന സന്ദേശങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മഹത്വങ്ങളും കഥകളും ചരിത്രങ്ങളും ഒക്കെ എമ്പാടും നാം നേരത്തെ പഠിച്ചതാണ്, കേൾക്കുന്നതാണ്. ശ്രദ്ധേയമായൊരു വസ്തുത, സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു, റഹിമല്ലാഹു ശാഫിഈ ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. നഫീസത്തുൽ മിസ്രിയ ബീവി പറയും, അൽ ഇമാം ശാഫിഈയോട് അല്ലാഹു റഹ്മത്ത് പുലർത്തട്ടെ. ഒരു അഭിനന്ദനത്തിന്റെ വാക്കാണ്, അത്ര അർത്ഥം വെച്ചാൽ മതി. റഹിമല്ലാഹു ശാഫിഈ.
ഫഖദ് കാന യുഹ്സിനുൽ വുളൂഅ. അൽ ഇമാം ശാഫിഈ നല്ല രീതിയിൽ വുളൂ ചെയ്യാൻ അറിയുന്ന ആളായിരുന്നു. ഫഖദ് കാന യുഹ്സിനുൽ വുളൂഅ. നഫീസത്ത് ബീവിയെ കുറിച്ച് പറയുമ്പോഴും ഇമാമുന ഷാഫിഈയെ കുറിച്ച് അനുസ്മരിക്കുമ്പോഴും പണ്ഡിതന്മാരും പ്രഭാഷകരും ഒക്കെ പറയുന്നൊരു വാക്കാണിത്. റഹിമല്ലാഹു ഷാഫിഈ ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. ബാഹ്യമായി അതിന്റെ അർത്ഥം വെക്കുമ്പോ ഇതൊരു പോസിറ്റീവാണോ? ഇമാം ഷാഫിഈക്ക് വുളൂ എടുക്കാൻ നന്നായിട്ട് അറിയുമായിരുന്നു. വേണമെങ്കിൽ ഒരർത്ഥം വുളൂ ഒക്കെ അറിയാം, അവിടുന്ന് അങ്ങോട്ട് അറിയൂല എന്ന് വരൂലേ? വുളൂ എടുക്കാനൊക്കെ നല്ലപോലെ അറിയാം. ഒരു മദ്രസയിലെ ഉസ്താദിനെ പറ്റി പറയാവുന്ന ഒരു വാക്കല്ലേ ഇപ്പത്? വുളൂ എടുക്കാൻ നല്ലപോലെ അറിയുമായിരുന്നു. പ്രചുര പ്രചാരം നേടിയ സയ്യിദത്ത് നഫീസയുടെ റളിയല്ലാഹു അൻഹ ഈ മനോഹരമായ സ്തുതിഗീതം റഹിമല്ലാഹു ശാഫിഈ ഫഖദ് കാന യുഹ്സിനുൽ വുളൂഅ, അതിന്റെ ശരിയായ അർത്ഥവിധാനം ഗ്രഹിക്കണമെങ്കിൽ ഒന്നുകൂടെ ചരിത്രത്തിലൂടെ ആഴത്തിൽ സഞ്ചരിക്കണം. ഇത് വുളൂ ആണോ? ഇതേത് തരം വുളൂ ആണോ? ഒരു വശം മാത്രം പറയാം. അൽ ഇമാം ശാഫിഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണ്. സയ്യിദത്ത് നഫീസയുമായി ബന്ധപ്പെട്ട് അനുസ്മരിക്കുമ്പോൾ വലിയ ഒരു ബന്ധമുണ്ടത്. അൽ ഇമാം ശാഫിഈ ഹിജ്റ 150 ഫലസ്തീനിലാണ് ഭൂജാതരായത്. 204 മിസ്റിലാണ് ഇമാം ഷാഫിഈ വിയോഗം പ്രാപിച്ചത്. എന്നാൽ സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ അഹ്ലുൽ ബൈത്തിൽ നല്ല മകനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു 4-ാം പരമ്പര 5-ാം പരമ്പരയിലൊക്കെയാണ് അവർ വരിക. ഹിജ്റ 145 സയ്യിദത്തുന നഫീസ റളിയല്ലാഹു അൻഹ ഭൂജാതരായി. 208 റമദാനിൽ ഹിജ്റ മിസ്റിൽ വഫാത്തായി. വലിയ പണ്ഡിതന്മാർക്ക് പോലും ചിന്തകളെ ഉയർത്താൻ പറ്റുന്ന ഒരാശയമാണിത്. ഫലസ്തീനിലെ ഇമാം ഷാഫിഈ അവസാനത്തെ 5 വർഷം മിസ്റിലാണ് വരുന്നതും തന്റെ ചിന്തയും തന്റെ മദ്ഹബും തന്റെ ഇൽമും സേവനവും പരിപൂർത്തിയിലെത്തിക്കുന്നതും മിസ്റിലാണ്. സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയയും ജനിക്കുന്നത് മക്കയിലാണ്. അവസാന കാലഘട്ടം അല്ല, യൗവന കാലഘട്ടം മുതൽ തന്നെ വിവാഹവും വിവാഹത്തിന്റെ മുൻപും ഒക്കെ സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ മിസ്റിലാണ്. 208 ഇപ്പൊ ഒരു ചോദ്യം, ആരാണ് മൂത്തത്? സയ്യിദത്തു നഫീസയാണ് മൂത്തത്. ആദ്യം വഫാത്തായത് ആരാണ്? ഹിജ്റ 204 ശാഫിഈ ഇമാമാണ്. പക്ഷെ ആരാ മൂത്തത്? ആദ്യം വന്നതും അവസാനം പോയതും സയ്യിദത്തു നഫീസയാണ് റളിയല്ലാഹു അൻഹ. നഫീസ എന്ന പദത്തിന്റെ അർത്ഥം ഒറ്റമുത്ത് എന്നാണ്. ഒറ്റമുത്ത്, ലോകത്ത് വേറെ ഒരു മുത്തുമില്ല, സദൃശ്യമായ തത്തുല്യമായ ഒരു മുത്തുമില്ല. നഫീസ, മുന്തിയത് എന്നാണ് വാക്കർത്ഥം, അമൂല്യമായത് എന്നാണ്. സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ, അവരുടെ ഏറ്റവും പ്രസിദ്ധമായ പേര് നഫീസത്തുൽ ഇൽമ, അങ്ങനെയാണ് പറയാ. ഈജിപ്ഷ്യരൊക്കെ ഇപ്പോഴും നഫീസത്തുൽ ഇൽമ എന്നാണ് പറയുക. പരിശുദ്ധ റമദാനിന്റെ പകൽ സമയത്ത് ചിന്തിക്കാൻ പറ്റുമോ?
ഗഹനമായ ഒരു വിഷയം. അൽ ഇമാമു ഷാഫിഈ, ഇമാമുന, മദ്ഹബിലെ നമ്മുടെ ഇമാമ്, ഫലസ്തീനിൽ ജനിച്ചു. ചെറിയ പ്രായത്തിൽ മക്കയിലെത്തി. 7 വയസ്സിന് മുൻപ് പരിശുദ്ധ ഖുർആൻ തീർത്തും ഹിഫ്ളാക്കി. 13-ാമത്തെ വയസ്സിൽ മദീന മുനവ്വറയിലെ ഇമാമുൽ മദീന അൽ ഇമാമു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇൽമ് നേടി. കുറഞ്ഞ വർഷങ്ങൾ പഠിച്ചപ്പോൾ തന്നെ ഫത്വ നൽകാനുള്ള അധികാരം, അനുവാദം ഇമാം മാലിക് എന്നവര് ഇമാം ഷാഫിഈക്ക് നൽകി. ഫത്വ നൽകാനുള്ള അനുവാദം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. പ്രമാണങ്ങളിൽ നിന്നും ഇജ്തിഹാദിൽ നിന്ന് ഉയരുന്ന അറിവുകളുടെ വെളിച്ചത്തിൽ, അല്ലാതെ ആ കാലഘട്ടത്തിലൊന്നും ഒരു പ്രത്യേകമായ ഫിഖ്ഹിന്റെ കിതാബ് ക്രോഡീകരിച്ചത് അത് വെച്ചിട്ടല്ലല്ലോ ഫത്വ പറയാ. അപ്പോഴീ ഇജ്തിഹാദിന്റെ മാനം മദീനയിൽ വെച്ച് തന്നെ സമാർജിച്ച ആളാണ് അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു. റഅ്യു ഹഖ്ഖിൻ റഅ്യുഹു ആഹാറ ആറാ അൽ വറാ അഹ്റാ ബിബുശ്റ الراء رباه الإمام الشافعي ذكاه وذكى من ذكى وذه ذكت في كونها وذاك ذاك كل كون ذا الإمام الشافعي. ഇവിടെ ഷാഫിഈ ഇമാമിന്റെ മദഹ് അസ്സയ്യിദത്തു നഫീസ ബീവിയിലെത്തും. പറയാം, മദീനയിൽ നിന്ന് തന്നെ ഇജ്തിഹാദിന്റെ മാനം നേടിയവരാണ്. അത് കഴിഞ്ഞ് വീണ്ടും മക്കയിൽ പോയി ഷാഫിഈ. പിന്നെ കുറച്ചു കാലം യമനിൽ പോയി, അഥവാ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ. പിന്നീട് ഇറാഖിലേക്ക്, ഷാമിലേക്ക് പോയി, ബഗ്ദാദിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാമുസ്സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഷാഫിഈ ഇമാം ഒരു സംഭവ. അൽ ഇമാം മാലിക് തങ്ങളുടെ ഇൽമ് നേരിട്ട് മദീനയിൽ നിന്ന്. അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ ശിഷ്യനുമാണ്, ഗുരുനാഥനുമാണ്. എങ്കിലും ഇമാമിനെ ഷാഫിഈയെ ഗുരുനാഥനായിട്ടായിരുന്നു എപ്പോഴും അഹ്മദ് ബിൻ ഹംബൽ കാണുമായിരുന്നുള്ളത്. എപ്പോഴും അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ ഒരിക്കലും ചെറിയൊരു കുറിപ്പെഴുതി ഇമാം ഷാഫിഈ. എന്നിട്ട് അത് കൊടുത്തയച്ചു. നിമിഷക്കവിയായിരുന്നു ഇമാം ഷാഫിഈ. കവിത എങ്ങനെയാണ്? ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഇമാം ഷാഫിഈയുടെ സമീപനമാണിത്. നമുക്കൊക്കെ മാതൃകയാണ് എല്ലാവർക്കും. സ്വാലിഹീങ്ങളായ മഹാത്മാക്കളെ ഞാൻ അളവറ്റ് സ്നേഹിക്കുന്നയാളാണ്. വലസ്തു മിൻഹും, ഞാൻ അവരിൽപ്പെട്ട ഒരാളാണെന്ന് എന്നെ കുറിച്ച് അവകാശപ്പെടാനൊന്നും തയ്യാറല്ല, വിനയം കൊണ്ട് പറയാം. എന്നാൽ സ്വാലിഹീങ്ങളോടുള്ള ഹുബ്ബ് എനിക്ക് വല്ലാതെ ഉള്ളത് കൊണ്ട് ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, അവരുമായുള്ള ബന്ധം കൊണ്ട്, ഹുബ്ബ് കൊണ്ട്, സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇതാണ് ഇത്രയും വലിയ ഇമാമായിട്ടും ഷാഫിഈ ഇമാമിന്റെ നയം. ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ട ഒരാളൊന്നും ആയിട്ടില്ല എന്ന ഒരു വിനയം. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, എനിക്ക് അവരെ കൊണ്ട്, സ്വാലിഹീങ്ങളെ കൊണ്ട് ശഫാഅത്ത് കിട്ടുമെന്നാണ് എന്റെ ആശ. ഈ വരി ഇങ്ങനെ പാടിയിട്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഓഹോ, വിനയത്തിന്റെ മൂർത്തിമദ്ഭാവം. ഇങ്ങനെയുണ്ടോ ഒരു വിനയം? മറുപടി കുറിച്ചു, മറുകുറിപ്പയച്ചു തന്റെ ഗുരുനാഥനോട്, ഇമാം ഷാഫിഈയോട്. അഹ്മദ് ഇബ്നു ഹംബൽ, തുഹിബ്ബു സ്വാലിഹീന വഅൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. ഇതാണ്
അസ്സബഉൽ മസാനി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കുന്നവർ എന്നാണ് അസ്സബഉൽ മസാനി എന്ന മഹാന്മാരുടെ അടയാളം. അതിന്റെ അർത്ഥം എന്താ? തുഹിബ്ബു സ്വാലിഹീൻ, അങ്ങ് സ്വാലിഹീങ്ങളെ ഹുബ്ബ് ചെയ്യുന്നുണ്ട്, സത്യമാണ്. വ അൻത മിൻഹും, അങ്ങ് അവരിൽപ്പെട്ട നേതാവാണ്. ഞാൻ ഇനി എന്റെ കാര്യം പറയാം. ഉഹിബ്ബു സ്വാലിഹീൻ വ അൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ്, അങ്ങയെ കൊണ്ട് എനിക്ക് ശഫാഅത്ത് കിട്ടി, ഞാൻ രക്ഷപ്പെടുമെന്നാണ് എന്റെ വിചാരം. അവരൊക്കെ അങ്ങനെ ആയിരുന്നു റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ടെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്ന അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്തുനിന്നും കേട്ടു, പഠിച്ചു, കിട്ടി, പഠിപ്പിക്കുകയും ചെയ്തു. അവസാനത്തെ 5 വർഷം അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മിസ്റിലേക്ക്, മിസ്റുൽ ഖൈർ, മിസ്റിലേക്ക് പോകുന്നു. അവിടുത്തെ ഭരണാധികാരി സ്വീകരിക്കുന്നു. കൊട്ടാര സമാനമായ താമസ സൗകര്യം കൊടുക്കുന്നു. അവിടെ ജീവിക്കുന്നു. ഹിജറ 204 അൽ ഇമാം ശാഫിഈ, 2-ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ്, മുജദ്ദിദ്, വിയോഗമടഞ്ഞു അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടെയാണ് അവരുടെ മഖാമു ഷരീഫ്. ഇദാ റുംത റീഹൽ ജന്നത്തിൽ യൗമ ഫൽയസുർ വരീഹൽ ഇമാം ശാഫിഈ മുഹമ്മദി. സ്വർഗീയ മധുരം, അതിന്റെ സുഗന്ധം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒന്ന് ആസ്വദിച്ചാൽ തരക്കടില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ഫൽയസുർ വരീഹൽ ഇമാം ശാഫിഈ മുഹമ്മദി, ഇമാം ഷാഫിഈയുടെ വരീഹ്, അവിടുത്തെ അന്ത്യവിശ്രമ സങ്കേതം സിയാറത്ത് ചെയ്താൽ മതി. അത് ലഭിച്ചു എന്നാ പറയണത്. ആ കാലഘട്ടം മുഴുവൻ പറയുന്നു എന്നാ അൽ മിഖ്രീസി എഴുതിയിട്ടുണ്ട്. അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അൽ മഖാമു ഷരീഫ് ഒരു നിർമ്മാണത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി തുറക്കാനുള്ള ഒരു ചെറിയ സംരംഭം നടന്നു, അതല്ല മറ്റൊരാവശ്യത്തിന് വേണ്ടി തുറക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ്. സ്വർഗീയമായ ഒരു പ്രത്യേക പരിമളം ആ പരിസരത്താകമാനം അടിച്ചു വീശി. അൽ ഖറാഫ, ആ പ്രദേശത്തിന്റെ പേര് ഇന്ന് അൽ ഇമാം ശാഫിഈ. ആ സ്വർഗീയ വാസന, തെറ്റായ ചില ഉദ്ദേശത്തിന് വന്നവരൊക്കെ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ബോധം കെട്ട് വീണു എന്നാണ്. സ്വർഗീയമായ ആ സുഗന്ധം കൊണ്ട് ഇമാമുനെ ഷാഫിഈയെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? മിസ്റിന്ന് ബന്ധപ്പെട്ടവരൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചതല്ലേ അവരെ. വമൻ റാമ റീഹൽ ജന്നത്തിൽ യൗമ ഫൽയസുർ വരീഹൽ ഇമാം ശാഫിഈ മുഹമ്മദി. 1998 കാലത്ത് ഇതുപോലത്തെ ഒരു റമദാനിൽ, ഇതുപോലത്തെ ഒരു സുദിനം അല്ലെങ്കിൽ ഇതുപോലുള്ള നാളുകളിൽ അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മലയാളത്തിലൊരു ഗ്രന്ഥത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. അത് രചിക്കാനുള്ള ഉദ്ദേശത്തോടെ ആ മഖാമിൽ വെച്ച് അൽ ഇമാം ശാഫിഈ എന്ന പുസ്തകം എഴുതിയപ്പോ അവിടുത്തെ റൗളയുടെ മുകളിൽ ഉല്ലേഖിതമായ ഈ വരി അവിടെ നിന്ന് എഴുതിയെടുത്ത് പഠിച്ചു ചൊല്ലി ദുആ ചെയ്ത് അൽ ഇമാം ശാഫിഈ അസ്സയ്യിദത്തു നഫീസത്തുൽ ഇൽമിനെ പ്രാപിച്ചതുപോലെ അൽഹംദുലില്ലാഹ് അൽ ഇമാം ശാഫിഈ ഫലസ്തീനിലും മക്കയിലും മദീനയിലും ബഗ്ദാദിലും എല്ലാം ഖുർആനും സുന്നത്തും പഠിച്ചറിഞ്ഞ് നിവർന്ന് അവസാനം എവിടെ എത്തി? മിസ്റിലെത്തി. ഇനി ബുദ്ധിപരമായ ഒരു ചോദ്യം. അൽ ഇമാം ശാഫിഈയുടെ മദ്ഹബിന് അൽ മദ്ഹബുൽ ജദീദ്, അൽ മദ്ഹബുൽ ഖദീം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എല്ലാവർക്കും അറിയാം. ഇസ്ലാമിക വിശ്വാസവും വിചാരധാരയും കർമ്മശാസ്ത്ര സംബന്ധമായ ആലോചനയും കുറച്ചെങ്കിലും ഉള്ളവർക്കൊക്കെ അറിയാം. ഇമാം ഷാഫിഈയുടെ
ജദീദായ കൗല്, ഖദീമായ കൗല്. ജദീദ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റഡ്, ഏറ്റവും അവസാനം അദ്ദേഹം സമീപിച്ച കാഴ്ചപ്പാടുകൾ. അൽ ഖദീം എന്ന് പറഞ്ഞാൽ ഓൾഡ്. ഏതാ ഈ ഓൾഡ്? അശാഫിഇയ്യ അവിൽ മദ്ഹബു ശാഫിഇയ്യു അവിൽ ഫിഖ്ഹു ശാഫിഇയ്യു. സുന്നി ഫിഖ്ഹിന്റെ സ്കൂളുകളുടെ പ്രഭവ കാലം മുതൽ തന്നെ ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അൽ മദ്ഹബു ശാഫിഇയ്യു. ഹിജ്റ 150 മുതൽ 204 വരെ കാലങ്ങളിൽ ജീവിച്ച അൽ ഇമാമു ശാഫിഇയുടെ മദ്ഹബ്. എന്നാൽ അതില് പ്രധാനമായ ഒരു സംഭവമാണ് അൽ ഖൗലുൽ ഖദീം, ഖദീമായ ഖൗല്. അതേതാ? ഖൗലുൽ ഇമാം ശാഫിഈ ബഗ്ദാദ്. മദീനയിൽ നിന്ന് തുടക്കം കുറിച്ച് മക്കയിലും യമനിലും എത്തി, പിന്നീട് ബഗ്ദാദിലെത്തിയപ്പോൾ താൻ സമീപിച്ച ഫിഖ്ഹി കാഴ്ചപ്പാടുകളുടെ പൂർത്തീകരണമാണ് അൽ മദ്ഹബുൽ ഖദീം. ബഗ്ദാദിലും ഇറാഖിലും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഔ ഖബ്ല ഖുദൂമിഹി മസ്ർ. അതാ ശരി. മസ്റിലേക്ക് ഇമാം ഷാഫിഈ വരുന്നതിന് മുൻപ് ക്രോഡീകരിച്ചതെല്ലാം അൽ മദ്ഹബുൽ ഖദീമാണ്. അൽ ഖൗലുൽ ജദീദ്, ഷാഫിഈ ഇമാമിന്റെ അൽ മദ്ഹബുൽ ജദീദ് ഹുവ ഖൗലുൽ ഇമാം ഷാഫിഈ ബഅദ ഇഖാമത്തിഹി ബിമിസ്ർ. മിസ്റിലെത്തിയ ശേഷം 5 വർഷം, ഹിജ്റ 199 ഇമാം ഷാഫിഈ മിസ്റിൽ എത്തിച്ചേരുന്നത്. പിന്നെ സംഭവ ബഹുലമായ 5 വർഷം തനിക്ക് ലഭിച്ചു. ആ സമയത്തുള്ള അപ്റ്റുഡേഷൻസ്, തിരുത്തലുകൾ, തഗ്യീറുൽ മദ്ഹബ്, മദ്ഹബിന്റെ ദിശ അങ്ങ് മാറി. മിസ്റിൽ താമസിച്ച ശേഷമുള്ള കാഴ്ചപ്പാടുകളാണ് അൽ മദ്ഹബുൽ ജദീദ്. യദുല്ലു അലാ വുജൂദിൽ ഖിലാഫി ബൈന അഖ്വാലിൽ ഇമാം ശാഫിഈ. രണ്ടും പരസ്പരം വ്യത്യാസമുള്ളതാണ്. ജദീദ് ഒരേ ഇമാമിന്റെ ആദ്യം കണ്ട കാഴ്ചപ്പാട് അല്ല, പിന്നീട് അവര് ഫിഖ്ഹിൽ പറയുന്ന സമീപനം. അപ്പോഴും ഒരു ഇമാമിന് തന്നെ അങ്ങനെയൊക്കെ വരും. വളർച്ചയുടെ, ഉയർച്ചയുടെ വിധാനമനുസരിച്ച് കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തേണ്ടത് പറയുന്നവനാണ് ശരിയായ ബുദ്ധിമാൻ, ശരിയായ നിഷ്പക്ഷമതി. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയതാണ് ഒന്നുകൂടെ കൂടുതൽ ശരി. ഇത് പറയാൻ എന്തിനാ മടി? പക്ഷെ പല ആളുകളും പണ്ട് പറഞ്ഞതും മനസ്സിലാക്കിയതും ജനങ്ങളോടൊക്കെ പറഞ്ഞു പോയില്ലേ, അതത്ര ശരിയല്ലെന്നും അതിനേക്കാളും നല്ല ഒരു ശരി ഇന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പറയാൻ വലിയ പാടാണ്. അതിന്റെ പേര് പാണ്ഡിത്യം എന്നല്ല. പാണ്ഡിത്യം തിരുത്തും. അറിവിന്റെ ഉയരങ്ങൾ തേടുന്നതിനനുസരിച്ച് പഴയതിനെ പറ്റി മനസ്സിലാക്കി പറയും. എന്തിനെത്ര കാര്യത്ത് പറയണത്? ജദീദായ കൗല്, ഖദീമായ കൗല്. അൽ ഇമാം നവവി, അൽ ഇമാം ഇബ്നു ഹജറിന്റെ ഹൈതമി റളിയല്ലാഹു അൻഹു, അവരൊക്കെ എത്രയാ കിതാബ് എഴുതിയത്? അൽ മദ്ഹബുൽ ജദീദ്, അൽ മദ്ഹബുൽ ഖദീം. ഷാഫിഈ മദ്ഹബിന്റെ ഇന്ന് ഉലമാ പറയുന്ന അഭിപ്രായം അനുസരിച്ച് ഷാഫിഈ ഇമാമിന്റെ ഖദീമായ കൗല് കൊണ്ട് ഫത്വ പറയാൻ പാടില്ല. അത് ഖദീമാണ്, ഓൾഡാണ്. ജദീദേ പറയാൻ പാടുള്ളൂ. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് സയ്യിദത്തു നഫീസത്ത് റളിയല്ലാഹു അൻഹായുടെ തിരുമുറ്റത്തിരുന്ന് നാം പറയുന്നത്. ഒരു ചിന്തയാണ്, പണ്ഡിതന്മാർക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. ആരോടും അടിച്ചേൽപ്പിക്കുന്ന അഭിപ്രായങ്ങളൊന്നുമല്ല. പഠനം തുടരട്ടെ, നമുക്കും തുടരാം. എന്താണത്? അൽ ഇമാമു ശാഫിഈ ഫിഖ്ഹിയായ മസ്അലകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും തുടർന്നു. മിസ്റിലെത്തിയപ്പോൾ അവസാനത്തെ 5 വർഷം അർ റിസാല, തന്റെ ഏറ്റവും വിഖ്യാതമായ ഗ്രന്ഥമാണ് അർ റിസാല, അൽ ഇമാമു ശാഫിഈ. അതാണ് ജദീദായ പുതിയ സമീപനങ്ങളുടെ പ്രകാശനം. ഇതെങ്ങനെ വന്നു? ഇപ്പോൾ ഡോക്ടർ അഹമ്മദ് നെഹ്റാനി എന്ന ഗവേഷകൻ ഒരു വലിയ ഗവേഷണ പഠനം ഇറക്കിയിട്ടുണ്ട്. അൽ ഇമാമു ശാഫിഈ ഫീ മദ്ഹബൈഹിൽ ഖദീം വൽ ജദീദ്. ഗവേഷണ പഠനമാണ്. എന്തുകൊണ്ട് ഖദീമായ ഒരു മദ്ഹബും
ജദീദായ ഒരു മദ്ഹബും വന്നു. ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് അതെങ്ങനെ വന്നു? ചിലര് ഇത്തരം വലിയ വിഷയത്തെയൊക്കെ ഉപരിപ്ലവമായി അങ്ങ് പറയും. അത് പിന്നീട് പുതിയ തെളിവുകളൊക്കെ ലഭിച്ചപ്പോൾ ഷാഫി ഇമാം മാറ്റി പറഞ്ഞു. സഹോദര, പുതിയ തെളിവുകൾ ലഭിക്കുകയോ? 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ മനുഷ്യൻ. അപ്പൊ ഖുർആനിൽ ഒരായത്തും പുതിയത് കാണാനില്ല, ആയത്ത് കാണാനില്ല. 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ബിൻ ഹംബലിന്റെ ഗുരുനാഥനാ. അപ്പൊ ബഗ്ദാദിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ലഭിക്കാത്ത ഏത് ഹദീസ മിസ്റിൽ നിന്ന് കിട്ടുന്നത്? സുചിന്തിതാണിത് വിഷയം. പുതിയ തെളിവുകൾ കിട്ടിയപ്പോൾ മദ്ഹബും കാഴ്ചപ്പാടും മാറി എന്ന് പറഞ്ഞ് കേരളീയമായ ചുറ്റുപാടിലൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക. ഇത് തീർക്കാൻ പറ്റില്ല, അത് വിഷയം. അവസാനം ഈ വലിയ ഗവേഷകരൊക്കെ പല അഭിപ്രായങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധേയമായി പണ്ഡിതന്മാരുടെ അറിവിലേക്ക് ഒരു നിരീക്ഷണം നിഷ്പന്നമതികളായ പ്രത്യുൽപ്പന്നമതികളായ മഹാത്മാക്കൾ പറഞ്ഞ ശ്രദ്ധിക്കണം. എന്തായിരുന്നു ഈ മാറ്റത്തിന്റെ കാരണം? മനസ്സിലാവുന്നുണ്ടോ? പുതിയ ആയത്തും ഹദീസും കിട്ടിയതാണെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവസാനം അതിബുദ്ധിമാന്മാരായ മഹാന്മാർ പറഞ്ഞു, സാഹചര്യത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നിയമനിർമ്മാണങ്ങളുടെ ഗതിവിഗതികൾ മാറും. ഇമാമുന ശാഫിഈ മിസ്റിൽ എത്തിയപ്പോൾ അവിടുത്തെ രീതികളും അവിടുത്തെ ജന മുന്നേറ്റങ്ങളും കണ്ടു. ഫിഖ്ഹ് എപ്പോഴും വർത്തമാനകാല മനുഷ്യരുടെ നിയമപുസ്തകമാണ്. സാഹചര്യം മാറുമ്പോൾ മാറും. ജനങ്ങളുടെ അവസ്ഥകൾക്കനുസരിച്ച് നിയമനിർമ്മിതിയുടെ രീതി മാറണം. ശരീഅത്ത് മാറുകയില്ല, അത് അല്ലാഹുവിന്റെ ദീനാണ്. അതിന്റെ നിർവഹണ രീതിയുടെ പ്രായോഗിക അറിവുകളുടെ വ്യാഖ്യാന തലങ്ങൾ മാറിയേ പറ്റൂ. അതുകൊണ്ടാണ് മാറിയത്. നല്ല ഒരു കാഴ്ചപ്പാടാണ്. പിന്നീട് ഇമാം നവവി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് മാറി. സക്കരിയ അൻസാർ വന്നപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെയും മാറി. ഇബ്നു ഹജർ തങ്ങൾ വന്നപ്പോൾ പിന്നെയും മാറി. അവരുടെ ഒക്കെ കിതാബുകളിൽ കാണാം ഖിലാഫൻ ലി ശൈഖിന. ഈ ഫിഖ്ഹിന്റെ എന്റെ കാഴ്ചപ്പാട് നമ്മുടെ ഷെയ്ഖ് പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അൽ മഅബരിയുൽ ഫുന്നാനി റളിയല്ലാഹു അൻഹു ഖിലാഫൻ ലി ശൈഖിന. അപ്പൊ ഫിഖ്ഹിയായ കാര്യങ്ങളിൽ തന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായോ വ്യത്യസ്തമായോ ഒരു കാഴ്ചപ്പാട് പറയുമ്പോഴേക്ക് അവരെ ഒന്നും മുബ്തദിഅ ആക്കുന്നതോ ദീനിൽ നിന്ന് പുറത്താക്കുന്നതോ ശരിയുമല്ല, അത് യുക്തിയുമല്ല. കാരണം ശാഫിഈ ഇമാമാണ് പറയുന്നത് എന്ത്? ഖിലാഫൻ ലി ശൈഖിന. ഞാൻ ഈ പറയുന്നത് എന്റെ ഷെയ്ഖിനും അഭിപ്രായമില്ല, എന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖിനും അഭിപ്രായമില്ല. ഫിഖ്ഹിലാണ് കേട്ടോ പറയണത്, ഉസൂലിലല്ല. ഉസൂലിൽ മാറൂല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ 2 മദ്ഹബ് വന്നത്? അപ്പൊ ഒരു മറുപടി നല്ലത്, ബുദ്ധിപരമായൊരു മറുപടിയാണ്. ജീവിത സാഹചര്യവും സന്ദർഭവും മാറിയപ്പോ പണ്ട് കണ്ടത് പറഞ്ഞാൽ പറ്റില്ല, അതല്ല. യസ്സിറു വലാ തുഅസ്സിറു. എന്നാൽ കുറച്ചുകൂടി സുചിന്തിതമായ അഭിപ്രായത്തെ ആധ്യാത്മമായ ഗൗരവത്തോടുകൂടി വായിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. അസ്സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ മിസ്റിൽ എത്തിയപ്പോൾ തിരിച്ചറിയുകയാണ്. നഫീസത്തുൽ ഇൽമ സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ നഫീസത്തു അഹ്ലിൽ ബൈത്ത്. ഇതൊരു വലിയ പഠന വിഷയമാണ്. ആരോടും നാം അടിച്ചേൽപ്പിക്കുന്നില്ല. ഇമാമുന ശാഫിഈ പോലും തനിക്കൊരാളെ ലഭിച്ചപ്പോൾ, ഒരാളെ ലഭിച്ചപ്പോൾ താൻ ആ കാലം വരെ പറഞ്ഞതും ചിന്തിച്ചതും മനസ്സിലാക്കിയതുമായിരുന്നില്ല ഏറ്റവും നല്ല ശരി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അസ്സയ്യിദത്തു നഫീസായുമായുള്ള സമ്പർക്കമാണ് ഇമാമുന ശാഫിഈയെ അൽ മദ്ഹബുൽ ജദീദ്, മദ്ഹബിന്റെ പുനരാവിഷ്കാരത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന ആലോചന
നിയമജ്ഞന്മാരായ അറിവാളന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. പലപ്പോഴും അവിടെ ചെന്നിരിക്കും. പരിശുദ്ധ റമദാനിൽ നഫീസത്തുൽ മിസ്രിയാക്ക് ഇമാമായി നിന്നിരുന്നത് ആരായിരുന്നു? അൽ ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ് ഷാഫിഈ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. നഫീസ ബീവിക്ക് ഇമാമായിട്ട് നിൽക്കുന്നത് അതെന്താ സംഭവം? നഫീസത്ത് ബീവിയെ കാണാനും പറയാനും പഠിക്കാനും പകരാനും പോവും. അപ്പൊ സമയമാകുമ്പോ പുരുഷന്മാരല്ലേ ഇമാമ നിൽക്കുക. ആ ഇൽമിന്റെ മജ്ലിസിൽ ഇമാമ നിൽക്കുന്നത് ഷാഫിഈ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വിലായത്തിന്റെ ചക്രവർത്തിനി, രാജ്ഞി, തിരു ഹബീബിന്റെ പ്രിയപ്പെട്ട പുത്രി. വലിയന്റെ അടുത്താണ് ആര് പോയി ഇരിക്കുന്നത്? അൽ ഇമാം ഷാഫിഈ എന്ന 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബലിന്റെ ഇമാം ഉസ്താദ് ഇടയ്ക്ക് ചോദിക്കും, മാദാ തഖൂലു യാ ഷാഫിഈ ഫീ മദ്ഹബി കദാ വകദാ. ഷാഫിഈ എന്താ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ? അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? ശിഷ്യനെ പോലെ മുരീദായിരിക്കുകയാണ് ഇമാമുന ഷാഫിഈ. ഇതിലൊന്നും ആരും മടി കാണിക്കേണ്ടതില്ല, ചരിത്രമാണിത്. ഇമാമുന ഷാഫിഈ സുദീർഘമായി അവരുമായി വക്കാന യതറദ്ദദു, എപ്പോഴും പോകും ഇരിക്കും. റമളാനിൽ ഇമാമ് നിന്നിങ്ങ് പോരൊന്നുമല്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ദുആ ചെയ്യാൻ ആരെ അടുത്തേക്ക് പോകും? നഫീസ ബീവിന്റെ അടുത്തേക്ക്. നേരിട്ട് പോകാൻ കഴിയാതെ വരുമ്പോ ആളെ പറഞ്ഞയക്കും. ഇതൊക്കെ കേരളീയ പണ്ഡിതന്മാർ അറിയുന്നതല്ലേ. മികവിരിൽ ദീനം ഭവിക്കൂൽ ബീവിയോരിടത്തെ വിട്ടിടും ആളെ ശിഫാക്ക് തേട്ടമിന്നൂരത്തെ. എല്ലാ സമയത്തും അങ്ങനെ പറഞ്ഞയക്കുമ്പോ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ എന്തു ദുആ ചെയ്യും? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ശിഫാക്ക് നൽകണേ അല്ലാഹ് ദുആ ചെയ്യും. ആ ദുആ അതുപോലെ ഫലിക്കുകയും ചെയ്യും. എന്നാൽ 204 ഹിജ്റ നഫീസത്ത് ബീവിയോട് എന്ന പോലെ തങ്ങളിലെ മൗത്തിനുൾ ദണ്ണത്തെ യേശി മുന്നായക്കും പോലെ ബീവിയല്ലായത്തെ എന്നും പറഞ്ഞേക്കുന്നത് പോലെ ദുആ ചെയ്യാൻ വേണ്ടി, സുഖക്കേട് മാറാൻ വേണ്ടി ശാഫിഈ ഇമാം അവലംബിക്കുന്ന വിലായത്തിന്റെ കേന്ദ്രമാണ്. ഇതായിരുന്നു പരിശുദ്ധ ദീൻ. അൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനുണ്ടായിരുന്നു അങ്ങനെ ആള്, അൽ ഇമാം മാലിക്കിനുണ്ടായിരുന്നു അങ്ങനെ ആള്, അൽ ഇമാം അബൂ ഹനീഫക്കുണ്ടായിരുന്നു അങ്ങനെ ആള്. ഷൈബാനു റാഇയെ പോലെ എഴുത്തും വായനയും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഷൈബാനു റാഇ റളിയല്ലാഹു അൻഹു വലിയ വിലായത്തിന്റെ മഖാമിലുള്ള ആളാണ്. പക്ഷേ പ്രഭാഷണവും അറിവും അക്ഷരാഭ്യാസവും ഒക്കെ ഇപ്പുറത്താണ്. ഇവിടെയാണ് നമ്മുടെ ഈ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അവർക്ക് നൽകിടട്ടുത്തേ. എല്ലായ്പ്പോഴും രോഗം മാറണമെന്ന് ദുആ ചെയ്യുന്നതിന് പകരം തങ്ങളിലെ മൗത്തിനുൾ ദണ്ണത്തെ യേശി മുന്നായക്കും പോലെ ബീവിയില്ലായത്തെ എന്നും പറഞ്ഞയക്കുന്നത് പോലെ പറഞ്ഞയച്ചതാ. പക്ഷെ അന്നത്തെ ദുആ കാരണം അൽ കിതാബ് വൽ ഹിക്മ എന്ന ആ വലിയ കിതാബ് ലഭിച്ചവരാണ് ആര്? സയ്യിദത്തു നഫീസ. ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. അൽ കിതാബും പഠിച്ചിട്ടുണ്ട്, ദർസും പഠിച്ചിട്ടുണ്ട്. നഫീസത്ത് ബീവി ദുആ ചെയ്തു, അവർക്ക് നൽകിടട്ടുത്തേ. നല്ല ലിഖാഓടുകൂടെയുള്ള സാഫല്യ വിയോഗമുണ്ടാകട്ടെ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഷാഫിഈക്ക്. ഇതാണ് കേട്ടപ്പോഴ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നെടുവീർപ്പുണ്ടുകൊണ്ട് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ ദുആന്റെ അർത്ഥം എനിക്ക് തീരുമാനമായിരിക്കുന്നു. ബീവിയുടെ ദുആ ഇവിടെ നമ്മൾ പഠിക്കണം. ആള് പെണ്ണാണ്. സയ്യിദത്തു നഫീസ പെണ്ണാണ്. അൽ ഇമാമു ഷാഫിഈ റജുലുൻ വറജുലുൻ, എല്ലാ അർത്ഥത്തിലും റജുല. അൽ ഇമാമു ഷാഫിഈ പറയുന്നുണ്ട്, ഞാൻ ഇതിൽ മാരിത്തേ. ഇങ്ങനെയാണ് ദുആ എങ്കിൽ എനിക്ക് മരിക്കാനുള്ള രോഗമാണിത്.
എന്ന് വരികിൽ ബീവിയാളെ കൊണ്ടരൈ മയ്യത്ത്. എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു താൻ വസിയ്യത്ത് ചെയ്യാണ്, നഫീസത്തുൽ ഇൽമിന്റെ അടുത്ത് കൊണ്ടുപോകണം. ജീവിതകാലം അത്രയും തന്റെ ആത്മീയ തർബിയത്തിന്റെ ആധ്യാത്മിക ഉപദേശത്തിന്റെ ഔന്നിത്യത്തിൽ വിരാജിച്ച നഫീസത്ത് ബീവി എന്ന വലിയന്റെ അടുത്തേക്ക്, ഷെയ്ഖിന്റെ അടുത്തേക്ക് എന്റെ ജനാസ കൊണ്ടുപോയിട്ട് അവര് ശഫാഅത്ത് ചെയ്യണം എനിക്ക്, എന്നിട്ട് എന്നെ യാത്ര അയക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് ഇമാമുന ശാഫിഈ. അൽ ഉലമാഉ വൽ ഔലിയാ എന്നും പരസ്പരം ഒട്ടിച്ചേർന്ന് നിന്ന കോമ്പിനേഷൻ ആയിരുന്നു. അതെന്ന് പോയോ? ബുദ്ധിയും കൽബും അകന്നുപോയി. ബുദ്ധിയാണ് അറിവുകളുടെ കേന്ദ്രം, കൽബാണ് ഈമാനിന്റെ വെളിച്ചം. ഇത് അകന്നുപോയാൽ അകന്നുപോയി. ഇന്ന് മതത്തിന്റെ വ്യാഖ്യാന രംഗത്ത് സംഭവിച്ച അപച്യുതിയുടെ ആധ്യാത്മമായ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ ഈ അകൽച്ചയെ കണ്ടെത്തണം. ഷൈബാനു റാഴി എന്ന ഇമാം, അതുപോലെ ഓരോരുത്തരും, സയ്യിദി മുഹമ്മദുൽ ബാദിഖാനിയും അൽ ഇമാം അൽ ഗസാലിയും തമ്മിലുള്ള ബന്ധം, സയ്യിദി അശ്ശൈഖ് യൂസുഫ് നസ്സാജും ഹുജ്ജത്തുൽ ഇസ്ലാമും തമ്മിലുള്ള ബന്ധം, സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമും അബുൽ ഹസൻ ഷാദുലിയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ദീൻ. ശാഫിഈ ഇമാമ് എത്രത്തോളം ബഹുമാനിച്ചു എന്നാ ഇപ്പൊ പറയണത്. വല്ലപ്പോഴും ഒന്ന് കാണാൻ പോയി എന്നാണോ പറയണത്? തന്റെ ജനാസ ശാഫിഈ ഇമാമ് പറയാണ്, നഫീസത്ത് ബീവി ശഫാഅത്ത് ചെയ്തിട്ട് വേണം എന്നെ ഖബറിലേക്ക് വെക്കാൻ. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ട്വിസ്റ്റ് മാറ്റങ്ങളുടെ സംഭവഗതികളുടെ കാരണം കുറിച്ചത് അസ്സയ്യിദത്തുൽ നഫീസ അക്ഷരങ്ങളുടെ അകത്തളത്തിലെ പ്രകാശങ്ങളെയാണ് വിരിയിച്ചത്. അൽ-ഇമാം ശാഫിഈ അഖ്താബുകളിൽപ്പെട്ടയാളാണ്. അഖ്താബ് ശരിയ 4 മദ്ഹബിലെ ഇമാമുകളും ഏറ്റവും വലിയ ഔലിയാക്കളാണ്, ഏറ്റവും വലിയ ഔലിയാക്കളാണ്. എന്നാൽ അവരുടെയും മീതെ ആരുണ്ട്? നഫീസത്ത് ബീവി ചോദിക്കൂ, ശാഫിഈ ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പൊ ശാഫിഈ ഇമാം അതുവരെ ഗ്രഹിച്ച പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള അന്തർഗതനം പറയും, അങ്ങനെയല്ല കേട്ടോ, അതിന്റെ അർത്ഥം അതല്ല കേട്ടോ. ഈ തിരിച്ചറിവുകൾ, ഈ തിരുത്തലുകൾ അവസാനത്തെ 5 വർഷം കിട്ടേണ്ടിടത്ത് വെച്ച് കിട്ടിയപ്പോഴാണ് തന്റെ ഖദീമായ മദ്ഹബിനെ പരിവർത്തിച്ച് ജദീദായ മദ്ഹബിലേക്ക് ജൈത്രയാത്ര നടത്തിയത്. ഇമാം ശാഫിഈയുടെ അഭിപ്രായ ഗതികൾക്ക് അപ്റ്റുഡേഷൻ സംഭവിക്കുന്നത് അസ്സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹായുടെ അഭിപ്രായങ്ങളുടെ മുമ്പിലാണ്. ഇപ്പൊ അർത്ഥം മനസ്സിലായി. റഹിമല്ലാഹു ശാഫിഈ ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. ആ മദ്ഹബിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്, ഷഹാദത്താണ്. ശാഫിഈ വലിയ മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന് ഖൽബിന്റെ ശുദ്ധി, ഖൽബിന്റെ വെളിച്ചം ലഭിച്ച ആളായിരുന്നു. അൽ വുളൂ, അൽ വളൂ, അൽ ഇളാഅ എന്ന അറബി ധാതുവിൽ നിന്നാണത്. പ്രകാശിപ്പിക്കുക. കൈകാലുകൾ കഴുകി മുഖം കഴുകുന്നത് കൊണ്ട് സംഭവിക്കേണ്ടത് എന്താണ്? ഹൃദയാന്തരാളങ്ങളിലെ വെളിച്ചാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കാത്ത എന്താ? നമ്മൾ പുറത്തൂടെ വെള്ളം പാരുന്നുള്ളൂ. അകത്ത് വെള്ളം ഒഴിക്കണം. അകത്തൊഴിക്കണം വെള്ളം. ആ വെള്ളം ഏതാണ്? മാഉൽ ഗൈബ്. അതുകൊണ്ടാണ് വുളൂ എടുക്കേണ്ടത്. അസ്സയ്യിദത്തു നഫീസത്തുൽ ഇൽമിന്റെ കയ്യിലുള്ള മാഉൽ ഗൈബ് കൊണ്ട് വുളൂ എടുത്ത ആളായിരുന്നു അൽ-ഇമാം ശാഫിഈ. തവല്ലഉ ബിമാഇൽ ഗൈബി ഇൻ കുൻത ദാ സിർരിൻ വഇല്ലാ തയമ്മം ബിസ്സഈദി. മണ്ണുകൊണ്ട് തയമ്മം ചെയ്യാനേ കഴിയൂ. വെള്ളമുണ്ടെങ്കിലോ തവല്ലഉ ബിമാഇൽ ഗൈബ് വസല്ലി സ്വലാത്തൽ ആരിഫീന ബിറബ്ബിഹിം
വഇൻ കുൻത മിൻഹും ഫല്ലഹിൽ ബർറ ബിൽ ബഹരി. വലിയൊരു തിരിച്ചറിവാണ് ഈ ആലോചന. ആരോടും നാം അടിച്ചേൽപ്പിക്കുന്നില്ല. സയ്യിദത്തു നഫീസത്തു ബീവിയുടെ സ്വാധീനമായിരുന്നു അൽ ഇമാമു ശാഫിഈയുടെ ജദീദായ മദ്ഹബിലേക്കുള്ള പരിവർത്തനത്തിന്റെ അടിസ്ഥാന കാരണം. ഫഖദ് കാന യുഹ്സിനുൽ വുളൂ. ഇമാം ശാഫിഈയുടെ ഖൽബ് തെളിഞ്ഞ ആളാണ്. ആ ഖൽബിൽ അൽ ഫിഖ്ഹ് ഫഖ്ഹർ റജുലു. എന്താ ഫിഖ്ഹ് പറഞ്ഞ? കർമ്മശാസ്ത്രം അല്ല, ഖൽബ് തെളിഞ്ഞവെന്നാണ്. ഫഖ്ഹർ റജുലു, അകത്തുള്ളതിനെ കണ്ട് വെളിച്ചം പകരുന്നവരാണ് അൽ ഫഖീഹ് അൽ ഇമാം ശാഫിഈ. അതിലേക്ക് വെളിച്ചം നൽകിയത് അസ്സയ്യിദത്തു നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ ഇൽം. ശാഫിഈ മദ്ഹബിലെ കേരളീയ അനുവാചകർക്ക് ശാഫിഈ ഇമാം അവരുടെ ഇമാമാണെന്നതുപോലെ ആ ഇമാമിന് അൽ മദ്ഹബുൽ ജദീദിലേക്ക് ജൈത്രയാത്ര നടത്താൻ ചിന്താപരമായ നായകത്വം നൽകിയ അസ്സയ്യിദത്തു നഫീസത്തു അൽ മിസ്രിയത്തു റളിയല്ലാഹു അൻഹാ. اللهم ارض عنا بحقها وبمددها وبحق الإمام الشافعي وبعباده الصالحين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله.